Hi friends, welcome to Neo Home Tuition. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത് ജിയോഗ്രഫി ഏത് ചാപ്റ്റർ ആണ്? മൂന്നാമത്തെ ചാപ്റ്റർ അല്ലേ? ചാപ്റ്റർ നെയിം വാട്ടർ റിസോഴ്സസ്. ഇപ്പൊ നോക്കാം നമുക്ക് വാട്ടർ റിസോഴ്സസ് എന്താണെന്ന് അല്ലേ? ഇതിനു മുന്നേ നമുക്കൊരു ഇൻട്രോ എന്നുള്ള ബേസിൽ മക്കൾക്ക് അറിയാവൂലേ? എന്തൊക്കെയാ? എന്താണ് ഇൻട്രോ എന്നുള്ള പേരിൽ അതായത് ഭൂമിയുടെ അതായത് എത്ര ശതമാനമാണ് എർത്തിൽ എത്ര പെർസെന്റേജ് ആണ് വാട്ടർ എന്നൊക്കെ അറിയാലോ അല്ലെ? 71% എർത്തിൽ എന്താണ് സർഫേസ് ഓഫ് ദി വാട്ടർ ആണ്. പിന്നെ എന്ത് പറയാൻ പറ്റും നമുക്ക്? ബ്ലൂ പ്ലാനറ്റ് ആണ്. ഇപ്പോഴും നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്ലാനറ്റ്. ബ്ലൂ പ്ലാനറ്റ് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഭൂമിയിൽ 71% വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ടാണ് എന്ത് പറയുന്നത് അത് ബ്ലൂ പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നത് അല്ലെ? പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിന്റെ ഡ്രിങ്കിങ് വാട്ടർ എത്ര പെർസെന്റേജ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്? 97 വാട്ടറും എത്രയാണ്? 97%ഓളം സോൾട്ട് വാട്ടറും പിന്നെ എന്താണ് ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് ആകെ 1% ഉള്ളൂ അല്ലെ? ഫ്രോസൺ വാട്ടർ എന്ന് പറയുന്നത് 2%. ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് ഇത് മനസ്സിലാക്കി. ബ്ലൂ പ്ലാനറ്റ് ആണ് എർത്ത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി. നമ്മൾ ഇന്ന് പറയുന്നത് എന്താണ്? How this vast water resources, only 3% is fresh water that can be used by humans. അല്ലെ? ഹ്യൂമൻ ബീയിങ്ങിന് ഉപയോഗിക്കാനുള്ള വാട്ടർ എന്ന് പറയുന്നത് ഓൺലി 3% മാത്രമാണ് അല്ലെ? പിന്നെ പറയുന്നത് എന്താണ്? ദ വാട്ടർ സൈക്കിൾ ഈസ് എ കണ്ടിന്യൂസ് നാച്ചുറൽ പ്രോസസ് ആണ് അല്ലെ? ഇൻവോൾവിംഗ് ദ ഇവാപറേഷൻ ഓഫ് വാട്ടർ ഫ്രം വാരിയസ് വാട്ടർ ബോഡീസ്, ക്ലൗഡ് ഫോർമേഷൻ അല്ലെ, precipitation, അതുപോലെ തന്നെ എന്താണ് വാട്ടർ റിട്ടേണിംഗ് ടു ദീസ് വാട്ടർ ബോഡീസ് എൻഷുറിംഗ് റിന്യൂവബിലിറ്റി. നമുക്കറിയാം വാട്ടർ സൈക്കിൾ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ മുതലേ പഠിച്ചിട്ടുണ്ട്. അത്രയും ഇവാപറേഷൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വാട്ടർ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് അറിയാം. എന്തായിരിക്കും ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്? ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ഇസ് എ കണ്ടിന്യൂസ് നാച്ചുറൽ പ്രോസസ് ആണ് അല്ലെ? വാട്ടർ ഇവാപറേറ്റ്സ് ഫ്രം വേരിയസ് വാട്ടർ ബോഡീസ്. ഏതൊക്കെയായിരിക്കും വാട്ടർ ബോഡീസ് വരുന്നത്? ഓഷ്യൻസ്, ലേക്സ്, റിവേഴ്സ് ഒക്കെ എന്താണ് വാട്ടർ ബോഡീസ് ആണ്. അപ്പൊ അവിടെ നിന്നൊക്കെയുള്ള കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ? natural process and evaporate from various water bodies. Okay, fall as precipitation and flows back into these water bodies. This cycle ensure that water is constantly renewed and recharged into renewable resources. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് എർത്ത് വാട്ടർ റിസോഴ്സസ്. നമ്മൾ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു 71%ഓളം പ്ലാനറ്റ് സർഫേസ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ കണ്ടന്റ് ഉള്ളതാണ്. ഇനി പറയുന്നത് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? വാട്ടർ ഇല്ലെങ്കിൽ നമുക്ക് എസെൻഷ്യൽ ആണ് വാട്ടർ എന്ന് പറയുന്നത് അല്ലെ? ഹ്യൂമൻ ബീയിങ്ങിന്. അതുപോലെ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയോ? ഇല്ല. പിന്നെ എന്താണ്? ഇപ്പൊ ഭയങ്കര ഹ്യൂമിഡിറ്റി ആണ് അല്ലെ? ക്ലൈമറ്റ് എന്ന് പറയുന്നത് 40%ഓളം എത്താനായി അല്ലെ? അപ്പൊ നമുക്ക് എന്താണ്? വെള്ളം അത്യാവശ്യമാണ്. വാട്ടർ ഈസ് എ ക്രൂഷ്യൽ നാച്ചുറൽ റിസോഴ്സസ് ആണ്. എസെൻഷ്യൽ ഫോർ എ ഫോംസ് ഓൺ എർത്ത് അല്ലെ? എർത്ത് ഫോം ചെയ്യാൻ എന്താണ്? വാട്ടർ വേണ്ടേ? യൂസ് ഫോർ വാരിയസ് പർപ്പസസ്, ഡ്രിങ്കിങ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി എക്സെട്ര. ഒരുപാട് പർപ്പസ് എന്തിനുണ്ട്? വാട്ടർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഹൗ മച്ച് എർത്ത് സർഫേസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ? എത്രയുണ്ടായിരിക്കും? ഹൗ മച്ച് ഓഫ് എർത്ത് സർഫേസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ? എത്രയായിരിക്കും? പിന്നെ മക്കൾ എന്ത് ചെയ്യണം? ഇത് കഴിയുമ്പോഴേക്കും ഒന്ന് പറയണം. ഇനി പറയുന്നത് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ്? Sustainable management and conservation of resources are crucial to ensure a stable and water supply for current and future generation. അല്ലെ? ഫ്യൂച്ചർ ജനറേഷനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നില്ലേ? ഇനി പറയുന്നത് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് എർത്ത് വാട്ടർ റിസോഴ്സസ്. Despite the abundance of water, many regions and countries worldwide face water scarcity issues. അല്ലെ? ഒരുപാട് കൺട്രീസ് എന്താണ് വാട്ടർ സ്കേഴ്സിറ്റി ഫേസ് ചെയ്യുന്നുണ്ടല്ലേ? നമ്മുടെ കേരളത്തിൽ തന്നെ ഈ ഒരു മാർച്ച് ഒക്കെ ആവുമ്പോഴേക്കും എന്താണ് ഭയങ്കരമായിട്ട് വേനലാകുമ്പോൾ നമ്മൾ എന്താണ് വെള്ളത്തിന് ദൗർലഭ്യം അല്ലെ? വെള്ളം കിട്ടാത്ത അവസ്ഥ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ? വാട്ടർ സ്കേഴ്സിറ്റി ആൻഡ് ദ നീഡ് ഫോർ വാട്ടർ കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ്. വാട്ടർ സ്കേഴ്സിറ്റിയും അതിന്റെ കൺസർവേഷൻ അതിന്റെ മാനേജ്മെന്റും എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ്? വാട്ടർ അബൻഡൻസ് ആൻഡ് റിന്യൂവബിലിറ്റി. പിന്നെന്താണ്? rate of water scarcity exists. പിന്നെ എന്ത് പറയാൻ പറ്റും? Commonly water shortage are associated with the regions of low rainfall or those prone to drought. അല്ലെ? പിന്നെ എന്താണ്? ഓവർ ടു എക്സ്പ്ലോയിറ്റേഷൻ, എക്സസീവ് യൂസ്, അൺഈക്വൽ ആക്സസ് ഒക്കെ എന്ത് സംഭവിക്കുന്നുണ്ട് അല്ലെ?
Water shortage are often linked to regions with low rainfall, അല്ലെ, or prone drought but over exploitation. നമ്മൾ പറഞ്ഞു അല്ലെ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. എന്ത് പറഞ്ഞു? എക്സസീവ് യൂസ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനെന്ത് പറയാൻ പറ്റും? ഗ്രോയിങ് പോപ്പുലേഷൻസ് ഡിമാൻഡ് മോർ വാട്ടർ ഫോർ ഡൊമസ്റ്റിക് യൂസ് ആൻഡ് ഫുഡ് പ്രൊഡക്ഷൻ. എന്താണ്? ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് എന്തായിരിക്കും? നമുക്ക് ഡൊമസ്റ്റിക് യൂസസിനും അതുപോലെ ഫുഡ് പ്രൊഡക്ഷനും വേണ്ടിയിട്ട് വെള്ളം വേണ്ടേ? അതുപോലെ ലീഡിങ് ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ് എസ്പെഷ്യലി ഇൻ ഇറിഗേറ്റഡ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ ഇറിഗേഷൻസിനൊക്കെ എന്താണ്? വാട്ടർ വേണം. അതായത് ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻസ് കൂടുന്നതിന് ഫലമായിട്ട് അവിടെ വെള്ളം കൂടുന്നില്ല, മാലിന്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, സ്പേസുകളൊക്കെ കൂടുന്നു, ദൗർലഭ്യം, ഭൂഗർഭജലം കിട്ടാത്ത അവസ്ഥ വരികയാണ്. അപ്പൊ വാട്ടർ സ്കേഴ്സിറ്റി നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇറിഗേറ്റഡ് അഗ്രികൾച്ചർ ഇസ് ദ ബിഗ്ഗസ്റ്റ് കൺസ്യൂമർ ഓഫ് വാട്ടർ, necessitating development of drought resistance and dry farming പറയുന്നത് അല്ലെ. പിന്നെ അതുപോലെ നമുക്ക് ഒരുപാട് പറയുന്നുണ്ട്, അർബണൈസേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ പറയാൻ പറ്റും? ഹൈഡ്രോ ഇലക്ട്രിക് പവേഴ്സ് പറയാൻ പറ്റുന്നത്. എന്തായിരിക്കും ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്? എ സിഗ്നിഫിക്കന്റ് എനർജി സോഴ്സ് ഓഫ് ഇൻഡസ്ട്രീസ്, അക്കൗണ്ട്സ് ഫോർ അബൌട്ട് 22% ഓഫ് ദ ടോട്ടൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. പിന്നെ എന്ത് പറയുന്നുണ്ട്? ഡിസ്പൈറ്റ് ദ ക്വാണ്ടിറ്റി ആസ്പെക്ട്സ് ഓഫ് വാട്ടർ സ്കേഴ്സിറ്റി, there are situations where water is available in sufficient quantities, still its quality is poor due to pollution. Okay. അങ്ങനെ പറയുന്ന ഒന്നാണ് JJM. എന്താണ് JJM എന്ന് പറയുന്നത്? ഇന്ത്യൻ ഗവൺമെന്റ് ഹാസ് പ്രയോറിറ്റൈസ്ഡ്, പ്രയോറിറ്റി കൊടുത്തു, ഇംപ്രൂവിംഗ് പീപ്പിൾസ് ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ഈസി ഓഫ് ലിവിംഗ് എന്നാണ്, എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ് ത്രൂ ഇനിഷ്യേറ്റീവ് ലൈക്ക് ജൽ ജീവൻ മിഷൻ. ഓക്കെ. അപ്പൊ എന്തായിരിക്കും JJM എയിം എന്ന് പറയുന്നത്? എന്തായിരിക്കും? പ്രൊവൈഡ് എവറി റൂറൽ ഹൗസ് ഹോൾഡ് വിത്ത് എ റെഗുലർ സപ്ലൈ ഓഫ് പോർട്ടബിൾ പൈപ്പ്ഡ് വാട്ടർ. അല്ലെ, എല്ലാ ആൾക്കാർക്കും എന്താണ്? ഒരു റെഗുലർ ആയിട്ടുള്ള വാട്ടർ കണക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും എന്ത്? JJMന്റെ എയിം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ പറയാൻ പറ്റും? എയിം ഓഫ് JJM ഈസ് ടു എൻഷുർ ദാറ്റ് ഈച്ച് റൂറൽ ഹൗസ് ഹോൾഡ് receives a reliable supply of clean piped water at a level of 55 liters per person per day. എത്ര കിട്ടും JJM മുഖേന? 55 liters per person per day. ഒരു വ്യക്തിക്ക് 55 ലിറ്റർ വെള്ളം ഒരു ദിവസം കിട്ടുമെന്നാണ് പറയുന്നത്. കൺസിസ്റ്റന്റ്ലി ഓവർ ദ ലോങ് ടേം ബൈ ഗ്യാരണ്ടിയിങ് ദ ഫങ്ഷനാലിറ്റി ഓഫ് ദ വാട്ടർ കണക്ഷൻ. ഓക്കെ. പിന്നെ അതുപോലെ JJM എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? Every rural household with a regular supply of potable water, pipe water. Okay. പിന്നെ നമ്മൾ പറഞ്ഞ വാട്ടർ സ്കേഴ്സിറ്റിന്റെ മാനേജ്മെന്റ് എന്തൊക്കെ പറയുന്നുണ്ട്? വാട്ടർ ക്വാളിറ്റി ഇഷ്യൂസ് അല്ലെ, അറൈസ് ഡ്യൂ ടു പൊല്യൂഷൻ ഫ്രം ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കെമിക്കൽ വേസ്റ്റുകൾ, പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ വരുമ്പോൾ എന്താണ്? വാട്ടർ ക്വാളിറ്റിയിലുള്ള ഇഷ്യൂവിനെ ബാധിക്കുന്നുണ്ട് അല്ലെ. നല്ല വെള്ളം കിട്ടാത്ത അവസ്ഥ നമുക്ക് വരുന്നുണ്ട്. പിന്നെ എന്താ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ. 20% ഓഫ് ഇന്ത്യസ് ടോട്ടൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ. അതെന്ത് പറയുന്നുണ്ട്? ഇൻക്രീസ് ഇൻ അർബൻ സെന്റേഴ്സ് വിത്ത് ഡെൻസ് പോപ്പുലേഷൻസ് ഓൾസോ ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ വാട്ടർ ആൻഡ് എനർജി. ഓക്കെ. പിന്നെ എന്ത് പറയുന്നുണ്ട്? റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ. അതുപോലെ എന്ത് ചെയ്യുന്നു? ഫ്രഷ് വാട്ടറിന്റെ റിസോഴ്സസ് അവിടെ കുറയുന്നുണ്ട് അല്ലെ. വളരെ ഭയങ്കര റാപ്പിഡ് industrialization, അതുപോലെ urbanization, further strain fresh water resources due to the high water and power consumption of industries. ഇത്രയുമാണ് നമ്മൾ എന്ത് പറയും? എന്താണ് വാട്ടർ അല്ലെ. മെയിൻലി ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ വാട്ടർ എന്ന് പറയുമ്പോൾ, ഭൂമി എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്ലാനറ്റ് ആണ്. 97% വാട്ടർ ഉണ്ട്. പക്ഷെ 71% അതിനകത്ത് സോൾട്ട് വാട്ടർ ആണ്. കുടിക്കാൻ വേണ്ടി വരുന്ന വാട്ടറിൽ നിന്ന് വെറും 3% മാത്രമേ ഉള്ളൂ അല്ലെ. പിന്നെ വാട്ടറിന്റെ JJM എന്താന്ന് പറയുന്നത്? എന്തായിരിക്കും JJM എന്ന് പറയുന്നത്? അതായത് റൂറൽ ഏരിയാസിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം എത്തിക്കുക, പെർ പേഴ്സണ് 55 ലിറ്റർ ഒരു ദിവസം വെള്ളം കിട്ടുക എന്നുള്ളത് റൂറൽ ഏരിയാസിലെ ഗവൺമെന്റിന്റെ ഒരു ഉദ്ദേശമായിരുന്നു. പിന്നെ എന്താ? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പവർ എന്താണെന്നും പറഞ്ഞു. പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പവർ പറഞ്ഞു. പിന്നെ മോഡേണൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും ഫലമായിട്ട് എന്ത് വന്നു? വെള്ളം എന്താണ്? മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്രഷ് വാട്ടറിന്റെ ക്വാളിറ്റി അവിടെ എന്തായിരുന്നു? കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ. പിന്നെ എന്താണ്? നമ്മൾ വാട്ടർ സൈക്കിൾ എന്താണെന്നും പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഈ ചാപ്റ്ററിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്? മൾട്ടി പർപ്പസ് റിവർ പ്രോജക്ട്സുകളും അതുപോലെ ഇന്റഗ്രേറ്റഡ് വാട്ടർ റിസോഴ്സസ് ഒക്കെ പഠിക്കാനുണ്ട്. അത് എന്ത് ചെയ്യും? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ
പഠിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് എടുത്തത് എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചിട്ട് വരണം.